ഞാൻ എന്തിൻ്റെ പേരിലാണ് ഈ വീട്ടിൽ നിൽക്കേണ്ടത്? അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അച്ഛനും എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ നോക്കിയപ്പോൾ അമ്മ മുന്നിൽ വന്നു നിന്നിരുന്നു. നീ പടിയിറങ്ങിയാൽ അടുത്ത നിമിഷം ഞാൻ എൻ്റെ ജീവൻ തന്നെ വേണ്ട എന്ന് വെക്കും എന്ന് പറഞ്ഞു. അമ്മ എന്നെ ധർമ്മസങ്കടത്തിലാക്കി. എന്തു വേണമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു. അന്നേരം അച്ഛനും എൻ്റെ അരികിലേക്ക് വന്നു. നിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടല്ല മോളെ ഞാൻ കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വന്തം മകളായിട്ട് തന്നെയാണ്. ഞങ്ങളുടെ മകൻ ഒരു വൃത്തികേട് കാണിച്ചു. പക്ഷേ അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല അവൻ്റെ ആ ബന്ധവും ആ പെണ്ണിനെയും. ഞങ്ങളുടെ മനസ്സിൽ എന്നും മരുമകളുടെ സ്ഥാനത്ത് നീ മാത്രമായിരിക്കും. അതുകൊണ്ട് നീ ഇവിടെ ഞങ്ങളുടെ കൂടെ വേണം. അച്ഛനും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വേറെ മാർഗമില്ലാതെ ബാഗും എടുത്ത് അകത്തേക്ക് തന്നെ പോയി. അവിടെ മുറിയിൽ ചെന്നിരിക്കുമ്പോൾ ഓർമ്മകൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. 6 മാസം മുൻപേയാണ് ഈ വീട്ടിലെ മരുമകളായി ഞാൻ വലതുകാൽ വെച്ച് കയറി വരുന്നത്. വിനീത് എന്നായിരുന്നു അയാളുടെ പേര്. ഗൾഫിൽ നല്ല ജോലിയാണ്. പോരാത്തതിന് അമ്മയ്ക്കും അച്ഛനും ഒറ്റ മകനും. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ ഈ വിവാഹത്തിന് തയ്യാറാണ് എന്ന് എൻ്റെ വീട്ടുകാർ അറിയിച്ചു. എനിക്കും ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വിനീതേട്ടൻ കാണാനും സുന്ദരനായിരുന്നു. കല്യാണം കഴിഞ്ഞു വന്ന് ഇവിടെ കയറിയപ്പോഴാണ് കാര്യങ്ങളിൽ എന്തൊക്കെയോ പന്തികേട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. ആള് ആദ്യ രാത്രി എൻ്റെ മുറിയിലേക്ക് വന്നതുപോലുമില്ല. ഒരുപാട് മോഹങ്ങളോടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച എനിക്ക് ആദ്യ രാത്രി ഭർത്താവിനെയും കാത്തിരുന്ന് ഒറ്റയ്ക്ക് ഉറങ്ങാനാണ് വിധിച്ചത്. പിറ്റേ ദിവസം ഞാൻ എണീറ്റത് അവിടുത്തെ ബഹളം കേട്ടിട്ടാണ്. വിനീതേട്ടനെ അമ്മയും അച്ഛനും കൂടി ചീത്ത പറയുന്നതാണ് കേട്ടത്. നിനക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വയ്യെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഞങ്ങളുടെ മരുമകൾ അവളാണ് എന്നെല്ലാം പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് വിനീതേട്ടന് അവിടെ ജോലിസ്ഥലത്തുള്ള ഒരു വിദേശി പെണ്ണുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്ന്. വിനീതേട്ടന് ആ പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എതിർത്തു. അവർ മരിക്കും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെയാണ് എന്നെ കാണാൻ വന്നതും എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും. ഇതൊന്നും അറിയാതെയാണ് ഞാൻ ഇതിന് തലവെച്ചു കൊടുത്തത്. അമ്മയുടെയും അച്ഛൻ്റെയും വിചാരം എല്ലാം ക്രമേണ ശരിയായിക്കോളുമെന്നാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയുള്ള ലീവും ക്യാൻസൽ ചെയ്ത് വിനീതേട്ടൻ ഗൾഫിലേക്ക് തന്നെ പോയി. ഇതിനിടയിൽ എന്നെ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്നും വൈകുന്നേരം ഫ്രണ്ട്സിനോടൊപ്പം പുറത്തുപോയി രാവിലെ കയറി വരും. തീർത്തും അന്യരെ പോലെ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. അമ്മ പലപ്പോഴും എന്നെ വിനീതേട്ടനുമായി കൂടുതൽ സംസാരിക്കുവാൻ എല്ലാം അവസരം ഒരുക്കി തന്ന് അടുത്തേക്ക് വിടുമെങ്കിലും എന്നെ ഒന്ന് നോക്കാനോ ഒരു വാക്ക് മിണ്ടാനോ പോലും ആൾ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ എനിക്കും മടുത്തു. എൻ്റെ വീട്ടിൽ പറയരുത് എന്ന് അമ്മ എൻ്റെ കാലു പിടിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനും മെനക്കെട്ടില്ല. കാരണം ഇതിനകം തന്നെ അമ്മയോടും അച്ഛനോടും വല്ലാത്തൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു, എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ. വിനീതേട്ടൻ പോയപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷകളും മാറി. എന്നെങ്കിലും എന്നെ സ്നേഹിക്കാൻ തുടങ്ങും എന്നൊരു പ്രതീക്ഷ ഞാനും വെച്ച് പുലർത്തിയിരുന്നു. പിന്നീട് അച്ഛനോടോ അമ്മയോടോ പോലും യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അവിടെ വിനീതേട്ടൻ്റെ തൊട്ടരികിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ വഴി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ആ പെൺകുട്ടിയുമായി ഇപ്പോൾ അവർ ഒരുമിച്ചാണ് താമസം എന്ന്. അതോടെ ഞാനാകെ തകർന്നുപോയി. ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് കരുതി പുറത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അച്ഛനും അമ്മയും തടസ്സമായി വന്നത്. ഇനിയും എൻ്റെ വീട്ടിൽ അറിയാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞത് പ്രകാരം അച്ഛനും അമ്മയും തന്നെയാണ് വീട്ടിൽ അറിയിച്ചത്. ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പോലും വിനീതേട്ടൻ തയ്യാറായില്ല. നിയമപരമായും ശാരീരികപരമായും വിവാഹത്തിന് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഞാൻ. 4 ആളുടെ മുന്നിൽ വെച്ച് ഒരു ലോഹത്തിൻ്റെ ചെയിൻ അയാളെൻ്റെ കഴുത്തിൽ കെട്ടി എന്നല്ലാതെ വേറെയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിനീതേട്ടൻ്റെ അമ്മയാണ് ഒരു സജഷൻ പറഞ്ഞത്. അവരുടെ ആങ്ങളയുടെ മകനുണ്ട്, ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഉണ്ണിയേട്ടൻ. അയാൾ അവരുടെ കാരുണ്യത്തിലാണ് വളർന്നത്. ഇപ്പോൾ ജോലിയുമായി ബാംഗ്ലൂരാണ്. അദ്ദേഹം നിന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. ഇത്രയും ഒരു ട്രാജഡിയിലൂടെ കടന്നുപോയ എനിക്ക് പുതിയൊരു കല്യാണം എന്നത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞ് അതിനൊപ്പം തന്നെ എൻ്റെ വീട്ടുകാരും. ഉണ്ണിയേട്ടൻ ഒരു പാവമായിരുന്നു. ചെറുപ്പം മുതലേ അനാഥനായതിൻ്റെ എല്ലാ പ്രശ്നവും അവർക്കുണ്ടായിരുന്നു. സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ എന്നെ പൊന്നുപോലെ നോക്കി. എന്താഗ്രഹവും സാധിച്ചു തന്നു. വിനീതേട്ടൻ എന്നെ അവഗണിച്ചതിന് പകരം വീട്ടുന്ന പോലെയായിരുന്നു ഉണ്ണിയേട്ടന് എന്നോടുള്ള സ്നേഹം. ചിലപ്പോഴൊക്കെ ഞാൻ കരുതും എനിക്ക് ഉണ്ണിയേട്ടനിലേക്ക് എത്തിച്ചേരാനുള്ള വെറുമൊരു മാധ്യമം മാത്രമായിരുന്നു വിനീതെന്ന്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകും. ആ നേരം വിനീതിൻ്റെ വീട്ടിലാണ് താമസിക്കുക.
ഒരു ദിവസം അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവിടെ പ്രാകൃതനായി ഇരിക്കുന്ന വിനീതേട്ടനെയാണ് ഞങ്ങൾ കണ്ടത്. വിദേശിയായ ആ പെൺകുട്ടി മറ്റാരുടെയോ കൂടെ പോയത്രേ. അതിൻ്റെ പേരിൽ കുടി തുടങ്ങി, ജോലിയും പോയി. ആകെ ഭ്രാന്തനായ അയാളെ നാട്ടിലേക്ക് അവിടെ നിന്ന് എല്ലാവരും കൂടി തിരിച്ചയച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ വേറെ എങ്ങോട്ടും പോകാതെ വീട്ടിലേക്ക് തന്നെ വന്നു. അയാളുടെ മനസ്സ് പോലും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണിപ്പോൾ എന്ന് ഭ്രാന്തനെ പോലുള്ള ആ കോലം കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ആ പെൺകുട്ടിയെ ആള് എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും. എനിക്ക് അയാളോട് ദേഷ്യം തോന്നിയില്ല. കാരണം അത് അയാളുടെ തെറ്റല്ലല്ലോ. ഒരുപാട് പറഞ്ഞു നോക്കിയതാണ് അച്ഛനോടും അമ്മയോടും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന്. എന്നിട്ടും അവരാണ് എന്നെ അയാളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തത്. അവരുടെ സ്വാർത്ഥത മൂലം എൻ്റെയും അയാളുടെയും ജീവിതം നശിക്കേണ്ടതായിരുന്നു. പക്ഷേ ഉണ്ണിയേട്ടനെ പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എൻ്റെ ജീവിതം മനോഹരമായി. അയാളുടേത് അയാൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. ഞങ്ങൾ ഇത്തവണ വന്നത് ഒരു സന്തോഷവാർത്ത കൂടി പറയാനായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് 8 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു പുതിയ അതിഥി കൂടി വരുമെന്ന്. അത് കേട്ടതും വിനീതേട്ടൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. വിനീതേട്ടനും എന്നോട് മാപ്പ് പറഞ്ഞ് ആശംസകൾ നേർന്നു ഞങ്ങളുടെ പുതിയ ജീവിതത്തിന്. സന്തോഷത്തോടെ തിരികെ പോയി. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആള് വിഷാദ രോഗത്തിന് അടിമയായി അതുവഴി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇപ്പോൾ ജീവച്ഛവം പോലെ കിടക്കുകയാണ് എന്ന്. എന്നോട് ചെയ്ത തെറ്റിനെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പൂർണ്ണമായും അത് അയാളുടെ തെറ്റായിരുന്നില്ല. എങ്കിലും മറ്റാരുടെയൊക്കെയോ തീരുമാനങ്ങളിലും ചെയ്തുകളിലും ആ ജീവിതം തകർന്നു. ചെറിയൊരു വിഷമമുണ്ടായിരുന്നു എനിക്ക്. എങ്കിലും എനിക്കെൻ്റെ ഉണ്ണിയേട്ടൻ ചേർത്തു പിടിക്കാനുണ്ട്. അത് മതി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.